ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. നല്ല അടിപൊളി ക്ലൈമാറ്റിലത് ഞാൻ എന്തും ഉണ്ടാക്കുന്ന വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ക്ലൈമാറ്റ് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കഴിക്കാനായിട്ടുള്ള ഒരു ക്രേവിങ്സ് ഉണ്ടാവും. നല്ലൊരു ചട്പട്ടാന്ന് പറയുന്ന എന്തെങ്കിലും സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണമെന്ന് തോന്നുന്ന ഒരു ക്രേവിങ്സ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് വൈകുന്നേരമാണ് കേട്ടോ. ക്ലൈമാറ്റ് ആണെങ്കിൽ നല്ല ഇരുട്ട് കുത്തിയിട്ടുണ്ട്. ആ നേരത്ത് ഞാനിത് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇത് കുറച്ച് വെജിറ്റബിൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് ഒക്കെ കട്ടാക്കിയിട്ട് ഞാൻ ചോപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നായിട്ട് തന്നെ നല്ലോണം ചെറുതായിട്ട് തന്നെ എത്രയും ചെറുതാക്കാൻ പറ്റുന്നുണ്ട് അത്രയും ചെറുതാക്കിയിട്ട് ഇതിനെ കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കൈ കൊണ്ട് കട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ചോപ്പറിൽ തന്നെ കട്ടാക്കാം. ഞാൻ ആദ്യം ഒന്ന് കട്ടാക്കിയിട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഇതിനേക്കാളും ചെറുതായിട്ട് കട്ടാക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനിത് വീണ്ടും വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട്, എത്ര ചെറുതാക്കുമ്പോൾ നല്ല ഫൈനായിട്ട് എന്ന് പറയുന്നില്ല, അത്രയും ചെറുതാക്കിയിട്ട് ചോപ്പാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരച്ചെടുത്തിട്ടില്ല. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലിട്ടിട്ട് ഒന്ന് ചോപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിലിട്ടിട്ട് ഇതിനൊന്ന് 1 മിനിറ്റ് മാത്രം ഞാൻ ഇതൊന്ന് സോട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പെപ്പർ പൊടിയും പിന്നെ ചാട്ട് മസാല, ഇത്രയും ഞാൻ ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്നും എന്ത് കുക്കായിട്ട് അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് സോട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ പച്ചക്കറികളൊക്കെ ആ ഒരു പച്ച മണത്തിലുണ്ടാവും, അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് സോട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ മൊത്തത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കറണ്ട് പോയി. ഇത്രയും ഇരുട്ട് കുത്തി ആ നേരത്ത് ഞാൻ എടുക്കാൻ പോയതല്ല, കറണ്ട് പോയി. അപ്പോൾ പിന്നെയാണെങ്കിൽ നല്ലോണം ഇരുട്ടായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് മുഴുവനായിട്ടും എടുക്കാൻ പറ്റിയില്ല. ഇത് അവസാനത്തെ ക്ലിപ്പാണ് കേട്ടോ. പിന്നെ അതിലോട്ട് ഞാനില്ലേ 3 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി മാഷ് ആക്കിയിട്ട് അതിൽ ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് മയോണൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ ഈ ഫില്ലിങ് റെഡിയാക്കിയത്. എന്നിട്ട് ഇത് ബട്ടറിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെയാണ് കട്ടാക്കിയിട്ട് കഴിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഫില്ലിംഗ് ആണ് കേട്ടോ, ഒരു രക്ഷയും ഇല്ലാത്തൊരു ഫില്ലിംഗ് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഒരു കുഞ്ഞു വ്ളോഗറാണ് ഞാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും ഒന്ന് സപ്പോർട്ടാക്കാനും മടി കാണിക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ആക്കാം. ഇത് നല്ല ടേസ്റ്റിലുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിനെ നമ്മൾ ഒന്ന് ഡ്രൈ ആക്കാതെ, ഒന്ന് ഹോട്ട് ആക്കാതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു, ഇതിൽ ഞാൻ ബീട്രൂട്ട് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ കളർ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ എന്തോ ഒരു പെർഫെക്റ്റിൽ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആയിരുന്നു. മയോണൈസ് ഞാൻ അതിൽ ആഡ് ആക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഇതിലോട്ട് ഞാൻ പൊട്ടാറ്റോയും കൂടി ആഡ് ആക്കിയത് കൊണ്ട് നല്ല കറക്റ്റായിട്ടുള്ളൊരു ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു.